ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈ ഒരു ടോപ്പിക്ക് പല യൂട്യൂബേഴ്സ് എടുത്ത് ചെയ്തതാണ്. ഇന്ന് നമ്മുടെ ഗബ്രിക്ക് എന്ത് പറ്റിയെന്നുള്ളത് ലൈവ് കണ്ടവരുടെ എല്ലാവരുടെയും ഒരു ചോദ്യമാണ് ഇന്നത്. ഗബ്രിക്ക് എന്ത് പറ്റിയെന്നുള്ളത്. കാരണം ജാസ്മിൻ്റെ ജാ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പുലിയെ പോലെ ചാടി വീഴും. അവിടെ ആര് പറഞ്ഞാലും ഇപ്പം നമ്മുടെ ജിൻഡോ എന്തേലും പറയണേ പിന്നെ ഇങ്ങനെ ഈ ചെവി വണ്ട് പോയ പോലെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ ഗബ്രി പറഞ്ഞുകൊണ്ടേയിരിക്കും. പോരാഞ്ഞിട്ട് സൈക്കോളജിസ്റ്റിനെ കണ്ടു വന്നതിന് ശേഷം എനർജി ഡ്രിങ്ക് കുടിച്ച പോലെ ആയിരുന്നു ഗബ്രി. ആ ഗബ്രി ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം ഉണ്ടല്ലോ, മിഡിൽ ഫിംഗർ കാണിച്ച പരിപാടി, അതിൻ്റെ പുറത്ത് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഒരു സപ്പോർട്ടായിട്ട് ജാസ്മിന് വേണ്ടി സംസാരിച്ചിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. നേർക്ക് നേരെ സാധാരണ രീതിയാണെങ്കിൽ ഇന്ന് എന്തായിരിക്കും, ഇന്നൊരു സിജോ റോക്കിയുടെ ഒരു വഴക്ക് പോലെ ശരിക്കും ഒരു വഴക്ക് ഇന്ന് സിബിനുമായിട്ട് നടക്കണ്ട. പക്ഷേ ആ ഭാഗത്തേക്ക് ഞാൻ ഈ നാട്ടുകാരനെ അല്ലെന്നുള്ള രീതിയിൽ ഗബ്രി അവിടെ നിന്നു. ഇന്നത്തെ സംഭവം എന്താണെന്നുള്ളത് വിശദീകരിച്ച് പറയാം അറിയാത്തവർക്ക് വേണ്ടി. അപ്പോൾ രാവിലെ ആ ക്യാപ്റ്റൻ്റെ നോമിനേഷൻ അതിനോടനുബന്ധിച്ചുള്ള എല്ലാവരും വന്ന് ഓരോന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാൻമണി വന്ന് അവരുടെ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആരോ സംസാരിച്ചു. അത് ആരാന്ന് ചോദിച്ചാൽ ഓരോ ബോംബിടുന്നല്ലോ ഓരോരുത്തരുടെ രീതി. എന്നാൽ ഒരാൾ പറഞ്ഞു, ആ പറഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് വിളിച്ച് പറയുകയല്ലേ ചെയ്യുന്നത്. ഒരാൾ പറഞ്ഞു, പക്ഷെ ആ ആളുടെ പേര് പറയില്ല. ഇതാണ് ജാൻമണിയുടെ രീതി, പേര് പറയത്തില്ല. അപ്പോൾ അത് എന്നെ നോക്കി പറഞ്ഞെന്ന് പറഞ്ഞ നോറ എന്നെ നോക്കി രണ്ടാമത് പറയുമ്പോൾ നേർക്ക് നേരെയല്ല ഞാൻ ഇരിക്കുന്നത്, ഞാൻ ഈ സൈഡിലായിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ ഇരിക്കുമ്പോൾ നേരെ സംസാരിച്ചിട്ട് എന്നെ നോക്കിയെന്ന് പറഞ്ഞ് ജാസ്മിൻ എല്ലാവരും കിടന്ന് കൂട്ടയടിയാണ്. ആ അടിക്കകത്ത് ഒന്ന് കരഞ്ഞോണ്ട് പോയി ജാൻമണി. രണ്ടാമത് തിരിച്ച് പിന്നെ ബിഗ് ബോസ് അനൗൺസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കരുത് എന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ജാൻമണി വന്നിട്ട് പറയുന്നു എനിക്കത് ഹേർട്ട് ചെയ്തു, ഞാൻ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ അവരുടെ ഭാഷയിൽ എന്തൊക്കെയാ പറയുന്നു. ടോട്ടലി ഇത്രയുള്ളെന്ന് തോന്നുന്നു. അവരുടെ കമ്മ്യൂണിറ്റി ആരോ എന്തോ ഹേർട്ട് ചെയ്യുന്ന രീതി അവരെ കൂട്ടി പറഞ്ഞു. ആ ഒരു വാക്ക് അവർക്കത് ഇതായി. പറഞ്ഞവർക്കറിയാം ആരാ പറഞ്ഞെന്ന്, അവർക്കറിയാം എന്നൊക്കെയാണ് പറയുന്നത്. പറഞ്ഞവരുടെ ഈ ഒരു ഷോയിൽ ഇപ്പോൾ പറഞ്ഞവരുടെ പേര് പറഞ്ഞാൽ എന്തു പോകാനാണ്? ഒന്നും പോകാനല്ല. അഭിഷേക് ശ്രീകുമാർ എന്തെല്ലാം വിളിച്ചു പറഞ്ഞു. അത് പറയുന്നതിന് എന്താ, അതുപോലെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം, അത് പറയല. ആ ഒരു വിഷയം അങ്ങോട്ട് തുടങ്ങിയിട്ട് നോറ കിടന്ന് ചീവീട് പോലെ അങ്ങോട്ട് തുടങ്ങി. ഇതിലെ ആ വീട്ടിലെ ഏത് പ്രശ്നം എതിലെ കടന്നു പോയാലും അത് മുഴുവൻ എന്നെയാണെന്നും പറഞ്ഞ് അപ്പം തന്നെ പിടിച്ചിട്ട് സ്ക്രീൻ സ്പേസിന് വേണ്ടി വെറുതെ കീറ്റുപെട്ടി പോലെ ഇങ്ങനെ കാറി കൂവി ഒച്ച വെച്ച് ലൈവ് നമുക്ക് കാണാൻ പറ്റില്ല. നോറയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം മോശമാണ്. ആദ്യ കരച്ചിലായിരുന്നു. അത് ഞാൻ ഒരു മിഡിലിൽ ഒരാഴ്ച നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ലാലേട്ടനാണെങ്കിലും വരുമ്പോൾ വ്യക്തിത്വത്തോടെ ഒരു അഭിപ്രായം പറയുന്നു എന്നൊക്കെ തോന്നി. പക്ഷെ എന്തോ അമൃതം അധികമായ വിഷമാണെന്ന് പറയുന്ന പോലെ ഇപ്പം അതൊരു വിഷമാകുന്ന രീതിയിൽ ഒന്നേ വോക്കൗട്ട് അങ്ങോട്ട് ആരെങ്കിലും പറഞ്ഞാൽ ഏത് ടാസ്കിൽ നിന്ന് വോക്കൗട്ട് നടത്തും. ഒരൊറ്റ പോക്കാണ്. LKG പിള്ളേർ പോകുന്നവരെ പോവും, ബാത്റൂം ഏരിയയിൽ പോവും, അവിടെ ഒരു ക്യാമറയുണ്ട്, അതിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് നാട്ടുകാരോട് പരാതി പറയും, പ്രേക്ഷകരോട് പരാതി പറയും. ബാക്കി അവിടെ ഒരു സോഫയുണ്ട്, ആ സോഫയിരുന്ന് പട്ടി മോങ്ങുന്നവർ മോങ്ങും. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോറ. അപ്പം അങ്ങനെ നോറയാണെന്നും പറഞ്ഞ് കുറേ പ്രകടനം കാഴ്ചവെക്കുന്നു. അപ്പം ഇപ്പുറത്തെ സൈഡിൽ അപ്പം ജാസ്മീനെയാണെന്ന് പറഞ്ഞ് പ്രകടനം കാഴ്ചവെക്കുന്നു. വലിയ പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അപ്പം സിബിൻ പറയുന്നുണ്ട്, നീ ഈ വള്ളി കയറി പിടിക്കണ്ട, ഇത് നിനക്കുള്ള വള്ളിയല്ല, നീ ഇത് പിടിക്കണ്ട, നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല, നീ ഇത് പിടിക്കണ്ട, ഇത് വിട്ടെന്ന് പറയുന്നത്. അത് വയലൻ്റ് ആയാണ് സിബിൻ പറയുന്നത്, വളരെ വയലൻ്റ് ആയി. കാരണം ഇതൊന്നും അവർ പവർ റൂമാണല്ലോ. അപ്പം അവർക്ക് ഈ ഒരു വഴക്ക് ഒഴിവാക്കണമെന്നുള്ള രീതിയിൽ ശരണ്യയും പൂജയും സിബിനും ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ട് ഇവരോടൊക്കെ ഒന്നും മിണ്ടാതിരിക്കാൻ പറയാണ്. ഇത് വിട്, അവർക്കത് ആരാന്ന് പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഒരു ചർച്ചയാക്കണ്ട. അവരാരെ ഉദ്ദേശിച്ചെന്ന് എങ്ങനെ അറിയാനല്ലേ, അത് അവർ പറയണം. അവരൊട്ട് പറയുന്നുമില്ല. അവർ ഇങ്ങനെ പറഞ്ഞേച്ച് കരഞ്ഞുകൊണ്ട് അപ്പുറത്തോട്ട് പോകുന്നുണ്ട്. എന്തിനാണോ ആ വേഷം കിട്ടിയെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നും. അത് പറയുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറയില്ല, പറയണ്ട, അത്രയേ ഉള്ളൂ. ഇത് അതുമല്ല ഇതും അല്ലാത്ത ഒരു രീതി പറഞ്ഞ് വീട്ട് ഹൗസിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി, ഒരു വൻ പ്രശ്നമാക്കുക. അപ്പൊ പിന്നെ അങ്ങ് കത്തി കയറുകയാണ് ചെയ്യുന്നത് ജാസ്മിനോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് സിബിൻ നേരെ കിച്ചന്റെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെയും പിന്നെ ലിവിംഗ് റൂമിൽ വന്ന് എല്ലാവരും ഇരിക്കുമെന്ന് ബിഗ് ബോസ് പറയും. ഇവർ വഴക്ക് പിന്നെയും കൂടുന്നുണ്ട്. അപ്പൊ വീണ്ടും ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഇത് ചർച്ചയാകുമ്പോൾ മിണ്ടാതിരിക്കാൻ എത്ര പറഞ്ഞിട്ടും പറയാതിരുന്നപ്പോൾ സിബിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു ആക്ഷൻ ഉണ്ടായി, മിഡിൽ ഫിംഗർ കാണിക്കുന്നത്. അത് അത്ര ലൈവിൽ അങ്ങനെ വ്യക്തമായിട്ട് കാണിച്ചില്ല. അപ്പോഴത്തേനും ജാസ്മിന്റെ അങ്ങോട്ട് ക്യാമറ മാറ്റി, അങ്ങനെ ഉണ്ടായേ. അപ്പം ജാസ്മിൻ ഉടനെ എഴുന്നേറ്റ് ഇയാൾ എന്നെ കാണിച്ച വൃത്തികേട് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആരും അധികം കണ്ടില്ല, അഭിഷേക് ജയദീപാണ് കണ്ടത്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ എന്നെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായ ആ നിമിഷം തൊട്ട് പുള്ളിക്കാരൻ സിബിൻ ക്ഷമ പറയുന്നുണ്ട്.
ക്ഷമ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പവർ റൂം ഉള്ള എല്ലാവരും പെട്ടെന്ന് വന്നു നിന്നു. ഇതിനുള്ള ശിക്ഷ ഞങ്ങൾ കൊടുത്തിരിക്കും, ഞങ്ങൾ എന്താണെങ്കിലും ശിക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴും നേരെ സിബിൻ അവിടെ മുന്നിൽ സദസ്സിന് മുന്നിൽ വന്നിരുന്ന് ജാസ്മീനെ അന്നേരം ഉണ്ടായ ഒരു ഇതിന് എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ തെറിയൊക്കെ പൊതുവെ പറയാറുണ്ട്. അന്നേരം ഉണ്ടായ ഒരു ഇതിന് ഞാൻ ജാസ്മീനോട് പറഞ്ഞാണ് നീ ക്ഷമിക്കണമെന്ന് പറയും. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് മാറി സായി യെല്ലോ കാർഡ് കിട്ടും നിനക്കെന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ വരുമ്പോൾ. അപ്പം സിബിൻ പറയുന്നുണ്ട് എനിക്ക് പൊതുവെ ദേഷ്യം എന്നെ ഇന്ന് പ്രൊവോക്ക് ചെയ്ത് എൻ്റെ യഥാർത്ഥ സ്വഭാവം പോലെ വെളിയിൽ കൊണ്ട് എക്സ്പോസ് ചെയ്യാൻ അവളെ കൊണ്ട് സാധിച്ചു. അവളത് വിജയിച്ചു. ജാസ്മിനെ പറ്റി പറയാം, അവളത് വിജയിച്ചു. എന്നെ കൊണ്ട് പറയിപ്പിച്ചവള്. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയും എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പൊ സായി പറയും ലാലേട്ടൻ വരുമ്പോൾ യെല്ലോ കാർഡ് കിട്ടാനാണ് ചാൻസ് എന്ന് പറയുമ്പോൾ ആകെ ഒരു ഡൗൺ ആകുന്നുണ്ട്. ജയിലിന്റെ വാതിക്ക് വെച്ച് അതൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ യാസ്മിന്റെ രീതിയിൽ പവർ ടു ശിക്ഷിക്കാന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ യാസ്മിൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ശിക്ഷിക്കേണ്ട, നേരെ ലാലേട്ടൻ വരുമ്പോൾ ഇത് അവതരിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടന്റെ മുന്നിൽ അത് കൂടാഞ്ഞിട്ട് ഈ വിഷയം വലിയൊരു പ്രശ്നമായി തീരാതിരിക്കാൻ വേണ്ടി ബിഗ് ബോസ് ഇത് നിങ്ങൾ ഇനി ചർച്ച ചെയ്യേണ്ട, മിസ്റ്റർ മോഹൻലാൽ വന്നിട്ട് ഇത് ചർച്ച ചെയ്യാന്നുള്ള രീതിയിലായിട്ട് അത് സിബിനെ രക്ഷിച്ചാണെന്ന് തോന്നുന്നില്ല ബിഗ് ബോസ്. കാരണം ഇത് മുന്നോട്ട് ചർച്ച പോയാൽ അവിടെ നിന്ന് ഒരു അടി നടക്കും. പവർ റൂമിൽ നിന്ന് സിബിനെ വേണേൽ ഔട്ടാക്കാം, ഒരു ശിക്ഷയുടെ ഭാഗമായിട്ട് സിബിനെ മാറ്റിയിടാം. അപ്പം സിബിനെ ഗെയിമൊക്കെ അത് നല്ലപോലെ ബാധിക്കുമായിരുന്നു. ഏതായാലും ബിഗ് ബോസ് അവിടെ ഇടപെട്ട് ലാലേട്ടൻ വരുന്നിടം വരെ അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യം നമുക്ക് കാണാം. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോഴും നമ്മുടെ ഗബ്രി സാധാരണഗതിയിൽ എന്തെങ്കിലും ഒന്നുണ്ടായ ജാസ്മിന് വേണ്ടി ചാടി വീഴുന്ന ഗബ്രി എന്തുകൊണ്ടോ മിണ്ടുന്നില്ല. ഇതിലൊന്നെങ്കിൽ ഇവർ തമ്മിൽ പിരിഞ്ഞു എന്ന് പ്രേക്ഷകരെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ആക്ട് ആവാം. കാരണം ഇപ്പൊ ഇവർ അടുത്തല്ലേ ഇരിക്കുന്നത്. ഇപ്പൊ ലിവിംഗ് റൂമിൽ വന്ന സോഫയുടെ ഒരറ്റത്ത് ജാസ്മിൻ ഇരുന്നാൽ മറ്റേ അറ്റത്ത് ഗബ്രി ഇരിക്കത്തുള്ളൂ, അല്ലെ റസ്മിൻ ബായുടെ അടുത്തേ ഇരിക്കുള്ളൂ. അല്ലാതെ സോഫയിൽ ഒന്നിച്ച് കൈയെടുത്ത് മടിയിലൊക്കെ വെച്ച് കോർത്ത് പിടിച്ച് ഇരുന്ന് കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അങ്ങനെ ചെയ്യത്തില്ല, അപ്പറേ ഇപ്പറേ ഇരിക്കത്തുള്ളൂ. പിന്നെ ആ വിഷുവിന് ആ ഗബ്രിയുടെ വീട്ടുകാരെ കാണിച്ചതിന് ശേഷം പാനിക് അറ്റാക്ക് ഒക്കെ പോലെ വന്നല്ലോ. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടേച്ച് വന്നിട്ട് ഭയങ്കര കെട്ടിപ്പിടുത്തമൊക്കെ ആയിരുന്നു. പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നായിരുന്നു. പക്ഷെ ഇപ്പം ജാസ്മിനുമായിട്ട് ഒരു ശകലം അകൽച്ച വെക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അവരെ ഒറ്റയ്ക്ക് കളിക്കാനുള്ള തീരുമാനം, അല്ലെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ഇനി അങ്ങനെയൊന്നും ഇല്ലെന്ന്, അങ്ങനെ എന്തോ ഒരു ചതി ഇതിന്റെ പുറകിലുണ്ട്. പക്ഷെ എന്ത് ഗെയിം ആണെങ്കിലും എന്താണെങ്കിലും ഇന്ന് യഥാർത്ഥ പ്രണയോ അല്ലെ യഥാർത്ഥ ഇഷ്ടമോ അങ്ങനെ എന്തേലും ജാസ്മിനോടുണ്ടെങ്കിൽ ഗെയിം വേറെ, ഗെയിം ഒന്നും എനിക്ക് വിഷയമല്ല, നീയാണ് വലുതെന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണല്ലോ ഗബ്രി. അങ്ങനെ ആണെങ്കിൽ ഇന്ന് സ്വന്തം പെണ്ണിനെ, അതായത് പ്രേമിക്കുന്ന അല്ലെ ഇഷ്ടപ്പെടുന്ന പ്രണയിനിയെ ഇതേപോലെ ഒരു വൃത്തിയായിട്ട് ആശൻ മറ്റൊരു പുരുഷൻ കാണിക്കുമ്പോൾ ആണായി പറഞ്ഞവനാണ് തീർച്ചയായിട്ടും അവനോട് ഒരു 2 വാക്ക് ചോദിച്ചിരിക്കും. യഥാർത്ഥത്തിലുള്ള പ്രണയമൊക്കെ ഉള്ളവരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഗബ്രി ഇവിടെ മിണ്ടിയിട്ടില്ല. അപ്പൊ ഗബ്രിയുടെ ഉള്ളിൽ എന്താണെന്നറിയില്ല. ശരിക്കും ആദ്യകാലത്ത് ഇവര് പ്രണയം കൊണ്ടുവന്നതും ഫ്രണ്ട്സ് ആണെന്ന് നമ്മളെ പറയും എല്ലാം ചെയ്തത് പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി ഒരു ലവ് കോംബോ കൊണ്ടുവന്ന് പറ്റിച്ചാണ്. പിന്നെ പോകെ ആ ജനങ്ങളെ പറ്റിക്കാൻ ചെയ്ത് ഒറിജിനലായി മാറിക്കൊണ്ടിരിക്കാൻ. പക്ഷെ ഇന്നത്തെ ഈ പ്രകടനം ശരിക്കും കണ്ടപ്പം എനിക്ക് തോന്നിയത് ഈ പ്രണയവും കോപ്രായും ഒക്കെ കാണിക്കുന്ന ജാസ്മിനെ അങ്ങോട്ടുള്ളോ സ്നേഹം എന്നുള്ളതാണ് ഇപ്പൊ തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഒറിജിനൽ ലവ് അല്ലെ ഒറിജിനൽ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പ്രതികരിക്കാതിരിക്കാൻ ഗബ്രിക്ക് പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല ഗബ്രി. അപ്പം ഗബ്രിക്ക് ഒറിജിനലായിട്ടൊന്നുമില്ല. അങ്ങനെയാണ് യഥാർത്ഥമെങ്കിൽ പുറത്തിറങ്ങുന്ന ജാസ്മിന്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നിശ്ചയിച്ച് വെച്ച കല്യാണം മുടങ്ങി ഈ പയ്യന്റെ കൂടെ പേര് ചേർത്ത് ആകെ ഒരു നാണക്കേടുമായി. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒന്നുമില്ല. അകത്ത് പോയി നല്ലതായിട്ട് വ്ളോഗറായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ജാസ്മിൻ ആ ഒരു പേരും പോയി, പേരും ചീത്തയായി. പ്രണയമെങ്കിലും സ്വന്തമായിട്ട് കിട്ടിയ അതുമില്ല, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലാണ്. ഈ കപ്പടിച്ചാൽ അതേലും ടൈറ്റിൽ വിന്നറായി തീർന്ന അതെങ്കിലും നോക്കാം. അതും ആയി തീരാൻ എളുപ്പമുള്ള വഴിയാണെന്ന് തോന്നില്ല. കാരണം പ്രേക്ഷകർ ഇത്രയധികം വെറുത്താണ്. ഇപ്പൊ ഞാനാണേലും വീഡിയോ ചെയ്യുമ്പോൾ ജാസ്മിന്റെ സപ്പോർട്ടായിട്ട് ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല. ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്തോരം പൊങ്കാലേ എനിക്ക് കിട്ടുന്നറിയാം. കാരണം ജാസ്മിൻ കാട്ടിക്കൂട്ടിയതാണ്. ഒന്നാമതായിട്ട് ഗബ്രി ആയിട്ടുള്ള പോകുമ്പോൾ കാട്ടിക്കൂട്ടി ഈ കടിയും ഉമ്മവക്കലും ഒക്കെ ജനങ്ങൾ വെറുത്ത്. രണ്ടാമതായിട്ട് വൃത്തിയുടെ കാര്യം പറഞ്ഞ് അത് അങ്ങനെ വെറുപ്പിച്ചു. മൂന്നാമത് ആരെങ്കിലും ഒരു പ്രതിയോഗിയെ മുന്നിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് സൗണ്ട് വെച്ച് മാക്സിമം ഒച്ച വെച്ച് വഴക്കുണ്ടാക്കി അവരെ താറ്റി കെട്ടോ. അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടോ എന്നൊന്നും നോക്കിയല്ല.
ജിൻഡോയെ കിടന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ മുഴുവൻ ഉപദ്രവിച്ചാണ് പ്രേക്ഷകർക്ക് ഇപ്പം ഏറ്റവും ദേഷ്യമായിട്ടിരിക്കുന്നത്. ഇപ്പം എപ്പോഴും കമൻറ്റ് ഞാൻ കാണുന്ന അതാണ്, ജിൻഡോയുടെ അപ്പനെ വിളിച്ചവൻ ജിൻഡോ ഇവർ രണ്ടുപേരോട് ഉപദ്രവിച്ചാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും, ഇപ്പം സിബിൻ വന്നിട്ട് കിട്ടുന്നത്. ഇതാണ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം. അപ്പോൾ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നതിന് പകരം മൊത്തമായിട്ട് നെഗറ്റീവ് ആക്കി വെച്ചു. ടോട്ടലി നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ്റെ ജീവിതം ഒരുമാതിരി ഗോവിന്ദ ആക്കിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഗബ്രിക്ക് ഈ പറയുന്ന ആത്മാർത്ഥയൊന്നും ഇന്നത്തെ ഈ ഒരു പ്രവൃത്തി വെച്ച് നോക്കിയാൽ ഇല്ല. ഗബ്രിക്ക് ജാസ്മിനോട് ഈ പറയുന്ന ആത്മാർത്ഥയില്ല. അതോ സ്വന്തം വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്നതാണോ ഒന്നും അറിയില്ല. എന്താണേലും ഗബ്രി നമ്മൾ പ്രതീക്ഷിച്ച പോലെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു വന്നില്ല ഇന്നത്തെ ഇതിൽ. അല്ലെ ആണായി പറഞ്ഞവനാണെ സിബിനോട് ഒരു വാക്കെങ്കിലും സംസാരിക്കണമായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. വായിക്കകത്ത് വെള്ളവും നിറച്ചിരിക്കുന്ന പോലത്തെ ഇരിക്കുകയായത്. ബാക്കിയുള്ളവർ ഓരോരുത്തരായിട്ട് ചോദിച്ചാലും ഗബ്രി ചോദിച്ചില്ല എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.